ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ കൺഫ്യൂസിംഗ് അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വേർബ്സ് പഠിച്ചിരുന്നു. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അഡ്ജക്റ്റീവുകളും അഡ്വേർബ്സും ഒരുപാട് പേര് നല്ല കമന്റ്സ് ഒക്കെ തന്നിരുന്നു വീഡിയോയ്ക്ക്. ഇതാണ് ഈസി ഇംഗ്ലീഷ്, എൽഡർ, ഓൾഡർ, ഓൾഡസ്റ്റ് ഒക്കെ എന്താണെന്ന് പറഞ്ഞ പാർട്ട് 2ഉം ലിറ്റിൽ, എ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ അതൊക്കെ പറഞ്ഞിട്ടുള്ള പാർട്ട് 2ഉം നിങ്ങൾ അത് കണ്ടതാണ്. സോ എല്ലാവരും കുറച്ചു പേരൊക്കെ കമന്റ് ചെയ്തിരുന്നു എന്താണ് ഇതിന്റെ പ്രാക്ടീസ് ടെസ്റ്റും കൂടി വേണമെന്ന്. സോ പ്രാക്ടീസ് ടെസ്റ്റിനെ പറ്റി പറയുവാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് പഠിച്ചതിൽ കുറച്ച് പോർഷൻസ് വെച്ചിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റ് 1, ദ ഫസ്റ്റ് പ്രാക്ടീസ് ടെസ്റ്റ് ഞാൻ ഫോം ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാം. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രാക്ടീസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ പേജ് ഇങ്ങനെയാണ് വരിക. കൺഫ്യൂസിംഗ് അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വേർബ്സ് എന്ന് പറഞ്ഞിട്ട് ഈ പേജിലാണ് വരിക. അപ്പോൾ ഇതിനകത്ത് കൺഫ്യൂസിംഗ് അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വേർബ്സ്, ഇവിടെ ക്വിസ് അറ്റൻഡ് ചെയ്യാം. ഇവിടെ നോക്കുക, നെക്സ്റ്റ് അടിച്ചു പോയി കഴിഞ്ഞാൽ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. LD ക്ലർക്ക് വേരിയസ് TVM ട്രിവാൻഡ്രം മലപ്പുറം 2017 ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെ കാണാൻ സാധിക്കും. അങ്ങനെ പ്രീവിയസ് അല്ലാത്ത ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇനി അല്ലാതെ തന്നെ എടുക്കാനാണെങ്കിൽ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ഇൻ ക്യൂസസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോം ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഏതൊരു ടോപ്പിക്കിന്റെയും ക്യൂസസ് ഞാൻ എൻ്റർ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ചിലവരൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഡാഷ്ബോർഡിന് സെലക്ട് ചെയ്യുന്നത് എന്നറിയില്ല എന്ന്. ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ കാണുവാണ്, യൂട്യൂബിൽ ഒരു വീഡിയോ കാണുവാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതിന്റെ താഴെ കാണുന്ന മൈ നോട്ട്ബുക്ക് ആണെങ്കിൽ, ഇപ്പോൾ മൈ നോട്ട്ബുക്ക്, അപ്പോൾ ഞാൻ ഈ വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഇതോടെ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, സോ ഇതിനകത്ത് വരുന്നത് ഇവിടെ താഴെ നോക്കൂ, ഇവിടെ മൈ നോട്ട്ബുക്ക് എന്നുള്ള ഈ പോർഷൻ ഇല്ലേ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് പോവുക. ഈ മൈ നോട്ട്ബുക്കിൽ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഈ മൈ നോട്ട്ബുക്കിന്റെ പേജിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വരുന്നത് എന്താണ്, മൈ നോട്ട്ബുക്ക്, ഇതിനകത്ത് ഹോം, വീഡിയോസ്, പ്ലേലിസ്റ്റ്, കമ്മ്യൂണിറ്റി എന്നൊക്കെ ഉണ്ട്. ഇപ്പൊ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡിഫറെന്റ് പ്ലേലിസ്റ്റുകൾ കാണാം. ക്രിയേറ്റഡ് പ്ലേലിസ്റ്റുകളാണ്. ഓക്കെ, കേരള PSC നോട്ടിഫിക്കേഷൻ, വെരിഫിക്കേഷൻ, അതിനെപ്പറ്റിയൊക്കെ ഉള്ള വീഡിയോസ് ഉണ്ട്. റെയിൽവേയുടെ ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ റെയിൽവേ ഇത് വരുന്നതുണ്ട്. ഓക്കെ, ഇതിനകത്ത് വരുന്നത് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ്, ഖാദി ബോർഡ് LDC, റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾഡ്, സ്റ്റാഫ് നഴ്സ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, പ്യൂൺ, അങ്ങനെ ഏതാണോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം, ഏത് പ്ലേലിസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ, സോ വീഡിയോസ് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഇത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോന്നും സെലക്ട് ചെയ്ത് കാണാവുന്നതാണ്, നോട്ടിഫിക്കേഷൻസ് കിട്ടിയില്ലെങ്കിൽ പോലും. ഇനി കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫോളോ ചെയ്യണമെങ്കിൽ മൈ നോട്ട്ബുക്കിന്റെ ആപ്പിന്റെ ലിങ്ക് തരാം. അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈ നോട്ട്ബുക്കിന്റെ ബ്ലോഗും യൂട്യൂബ് ചാനലും ഒരുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാതെ തന്നെ കാണാവുന്നതാണ്. ഇനി ഇവിടെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ ഒരു കിടിലൻ ട്രിക്ക് നോബൽ സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നല്ലൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. ആരും തന്നെ മോശം പറയാത്ത ഒരു വീഡിയോയാണത്. അപ്പോൾ അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും താങ്ക്സ് അറിയിക്കുകയാണ്. അതിന് കൂടാതെ നിങ്ങൾ ലൈക്കും കമന്റ്സും ഒക്കെ ചെയ്തു. കുറച്ചും കൂടി ഷെയറും കൂടി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പേരിലേക്ക് അത് എത്തിക്കാൻ സാധിക്കും. അത് എനിക്ക് തരുന്ന ഒരു അപ്രീസിയേഷൻ ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി സപ്പോർട്ട്. അപ്പോൾ എല്ലാവരും ഈസി ഇംഗ്ലീഷിന്റെ കൺഫ്യൂസിംഗ് അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വേർബ്സിന്റെ ആദ്യത്തെ പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്തു നോക്കുക. നിങ്ങളുടെ സ്കോർ ചെക്ക് ചെയ്യുക. ദെൻ അടുത്ത ടോപ്പിക്സുമായിട്ട് ഈ കൺഫ്യൂസിംഗ് അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വേർബ്സിന്റെ തന്നെ കുറച്ച് 2 ടോപ്പിക്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയും കൂടി ചേർത്തിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ അതും കൂടി അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ 20 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. അറ്റൻഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.